നമസ്കാരം, ഞാൻ വിനീഷ് ഷോഗിനി. ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ജെൻസി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ജെൻസിക്ക് ഒരുപാട് ചെലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ ഫണ്ട്, ഇവരുടെ കയ്യിലുള്ള പണം എവിടെയാണ് പോകുന്നത് എന്നറിയാനുള്ള ആഗ്രഹം പലപ്പോഴും മറ്റുള്ള കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇനി ജെൻസിക്ക് തന്നെ ഒരു നിർദ്ദേശം എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും അവർക്ക് നിർദ്ദേശങ്ങളൊന്നും ഇഷ്ടമല്ല. എന്നിരുന്നാലും ജെൻസിയിലെ ആരെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ കണ്ട് അവർക്ക് അവരുടെ എക്സ്പെൻസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ജെൻസികളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഒരുപാട് നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ പറ്റാതെ പോയാൽ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആ വിഷമങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ചെലവുകളെ കുറിച്ചിട്ട് ഒന്ന് അവലോകനം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ പോവുകയാണ്. തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, തിരുത്തുക, കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ജെൻസികളുടെ പണം എവിടെ പോകുന്നു? സബ്സ്ക്രിപ്ഷൻസ്, ഓൺലൈൻ ഷോപ്പിംഗ്, ക്രെഡിറ്റ് ആപ്സ് ആൻഡ് ഇൻവിസിബിൾ മണി ലീക്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് അദൃശ്യമായിട്ടുള്ള പണച്ചോർച്ചകൾ എന്ന് നോക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ സൈക്കോളജി ഉപയോഗിച്ച് അനാവശ്യ പണം ചെലവാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കില്ല, എന്നാൽ വിശ്വസിച്ചേ മതിയാവും. പല ആപ്പുകളും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സോഷ്യൽ മീഡിയ ഇന്ന് ഭരിക്കുന്നത് ജെൻസികളാണ്. അപ്പൊ ഇവരുടെ കയ്യിലാണ് സോഷ്യൽ മീഡിയ. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള കുറെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നു. ഇവരപ്പം തന്നെ ആ സംഭവത്തിലേക്ക് പോവുകയാണ്. ഇന്ന സംഭവം കൊള്ളാം, അടിപൊളി, അപ്പൊ തന്നെ അവർ ചെക്കൗട്ട് ചെയ്യാണ് സാധനം. അപ്പൊ അങ്ങനെ ഒരുപാട് എമൗണ്ടുകൾ പോകുന്നു. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട്, എപ്പോഴും ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് ഇവരെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ചെലവാക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആവശ്യം ഇൻട്രസ്റ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, പണം നേരിട്ട് കാണാത്തതിനാൽ ഡിജിറ്റൽ പേയ്മെന്റുകൾ വലിയ തുകകൾ എളുപ്പത്തിൽ ചെലവാക്കാൻ സഹായിക്കുന്നു. മീൻസ് നമ്മൾ പൈസ, ഈ ഹാർഡ് മണി ഉണ്ടല്ലോ, എന്താ പറയാ, ലിക്വിഡ് മണി, നമ്മുടെ ക്യാഷ് ആയിട്ട്, ഈ ക്യാഷ് നമ്മൾ ചിലപ്പോൾ എണ്ണീട്ട് നമ്മൾ 500,000 ഒക്കെ ചിലവാക്കാൻ നമുക്കൊരു വിഷമം ഉണ്ടാവും പെട്ടെന്ന്. പക്ഷെ ഓൺലൈനിൽ ഡിജിറ്റൽ പണം ആവുമ്പോഴും അതേപോലെ ഉണ്ടാവും. ബേസിക്കലി ചിലവർക്ക് ഉണ്ടാവും. പക്ഷെ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ചിലവാക്കുക. അപ്പൊ ചിലർ പാരന്റ്സിന്റെ ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എത്രയോ ഗെയിമുകളൊക്കെ വാങ്ങിച്ചിട്ട് കളിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ, 1 ലക്ഷത്തിന്റെ ഗെയിം, 2 ലക്ഷത്തിന്റെ ഗെയിമൊക്കെ വാങ്ങിച്ച് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മോശം എന്ന് പറയുന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു ഒരുപാട് പണം ചിലവാകുന്നതിനെ കുറിച്ചാണ്. ഇനി മൂന്നാമത്തെ കാര്യം, സബ്സ്ക്രിപ്ഷനുകളും യൂസർ ഡാറ്റയും വഴി വൻകിട കമ്പനികളാണ് പ്രധാനമായിട്ടും ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. മീൻസ് നിങ്ങൾക്കറിയാലോ, ഡിജിറ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലോകമാണ് ജെൻസി കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ചെലവാക്കുക. അപ്പൊ നമ്മളൊക്കെ പല കാര്യങ്ങൾക്ക്, ഫിസിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, പിന്നെ നമ്മുടെ ലഹരിയാണെങ്കിൽ ജെൻസികളുടെ ലഹരി എന്ന് പറഞ്ഞാൽ ഗെയിമും മറ്റുള്ള കാര്യങ്ങളും. അപ്പൊ ഇവർ എത്ര വില കൊടുത്തിട്ട് വരെ അത് വാങ്ങിക്കുക, അത് ചെയ്യുക, അത് സന്തോഷിക്കുക എന്നൊക്കെയാണ് ഇവർ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ചെലവുകൾ പോകും. വൻകിട കമ്പനികൾ ഇവരെ എപ്പോഴും മോണിറ്റർ ചെയ്ത് ഇവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് എടുത്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ടുള്ള പണച്ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ ആണ്. നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, അതുപോലെ തന്നെ പ്രൈം പോലെയുള്ള പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ മോഡലുകളൊക്കെ ഇവർ എടുത്തു വെക്കാറുണ്ട്. ആൻഡ് നമ്പർ 2, സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഒരുപാട് ഫുഡ് ഡെലിവറി ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യും, ഫുഡൊക്കെ ഓർഡർ ചെയ്യും. അപ്പോൾ നല്ല രീതിയിലുള്ള എമൗണ്ട് ചിലവ് പോകും. അതിന് തന്നെ സബ്സ്ക്രിപ്ഷൻ മോഡലിലൊക്കെ ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യും. അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ്, ആമസോൺ, മിൻട്ര പോലെയുള്ള ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഓഫറുകൾ ഉണ്ടാവും. അപ്പോൾ ഓഫറുകളിലൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അതൊക്കെ പെട്ടെന്ന് കയറി വാങ്ങിക്കും. എനിക്കൊന്ന് ഓൺലൈൻ ആമസോൺ, മിൻട്രയൊക്കെ അതിലുപരി ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒരുപാട് ആൾക്കാരെ DM ചെയ്തിട്ടൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ട്രാപ്പിൽ പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നല്ല രീതിയിലുള്ള കുറെ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ, ഇമിറ്റേഷൻ ജ്വല്ലറി കാര്യങ്ങൾ കാണുമ്പോൾ, ഡ്രസ്സ് കാണുമ്പോൾ, ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ പോയി DM ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പോയി DM ചെയ്ത് അവർ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തിട്ട് കാശൊക്കെ അയച്ചു കൊടുത്ത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത, ഇവരിങ്ങനെ ട്രാപ്പിലൊന്നും പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊന്നും നോ ടെൻഷൻ, ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കുന്ന ഒരു ടീമേ അല്ല. അതൊക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, പോയി അടുത്തതിനെ കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവും. ആ ലോകത്തിൽ കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിനകത്ത് 2 മെസ്സേജ്, അവന്മാർ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കഷൻ ചെയ്തിട്ട് പിന്നെ അവർ അടുത്ത പാട്ടിന് പോവുകയാണ്. അങ്ങനെയാണ് അവരുടെ പരിപാടി. അടുത്തത് ഗെയിമിംഗ് ആപ്പുകൾ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഗെയിമിംഗ് ആപ്പുകളെ കുറിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ടീമാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഗെയിം ആപ്പുകൾക്കൊക്കെ സബ്സ്ക്രിപ്ഷൻ മോഡൽ ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ചെലവിലേക്ക് പോകുന്നൊരു കാര്യമാണ്. പണച്ചോർച്ചയുടെ രീതികളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓട്ടോ റിന്യൂവൽ. ഇപ്പോൾ ഇവര് ഒരു തവണ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇത് വാങ്ങിക്കുക. ഒരു തവണ വേണം. ഇതൊന്നും മോശം എന്നല്ല ഞാൻ പറഞ്ഞു, ഇത്രയും കാര്യം. ഇതൊക്കെയാണ് ഇവരുടെ ചെലവാക്കുന്ന രീതികൾ, പ്രോസസ്സുകൾ മെയിൻ ആയിട്ടുള്ള. അതിൽ ഇവരുടെ പൈസ പോകുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടോ റിന്യൂവൽ.
ഇപ്പൊ പല കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്തു. ഇപ്പൊ ഒരു പടം കാണണം, അപ്പൊ അതിനുവേണ്ടി നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്തു. അടുത്ത മാസം അടുത്ത പടം കാണണ്ട, അപ്പൊ നെറ്റ്ഫ്ലിക്സിന് ആ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവർ മറന്നുപോകും. അടുത്ത മാസം വീണ്ടും നെറ്റ്ഫ്ലിക്സ് പൈസ എടുത്തുകൊണ്ട് പോകും. ആമസോൺ പ്രൈമും അങ്ങനെ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യം. ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഇപ്പൊ ഗെയിം കണ്ടു, ഇൻസ്റ്റാഗ്രാമിൽ എവിടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ ഗെയിം കളിക്കണം. ഇപ്പൊ ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത മാസം പൈസ കൊണ്ടുപോകുന്നുള്ള കാര്യം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു. അടുത്ത മാസം പൈസ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അറിയുന്നത്. ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ചിന്തിക്കും, ഈ മാസം കൂടി എന്തായാലും എന്തെങ്കിലും 1-2 ഗെയിം കാണാം, അല്ലെങ്കിൽ സിനിമ കാണാം എന്ന് വിചാരിച്ച് വെക്കും. 3-ാമത്തെ ദിവസം വീണ്ടും പൈസ പോയി. പണച്ചോർച്ചയാണ്, പൈസ പോയി, ഇനി അത് കിട്ടില്ല, സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത പൈസ അവർ തരില്ല. അങ്ങനെയുള്ള കേസ് ഉണ്ട്. 2, ബൈ നൗ പേ ലേറ്റർ പരിപാടി. അത് വളരെ ട്രെൻഡിങ് ഉള്ള പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ മേടിക്കുക, പിന്നെ പൈസ കൊടുക്കുക. അപ്പോൾ പലിശയില്ലാത്ത EMI-കൾ നമ്മളെ കയ്യിലില്ലാത്ത പണം ചെലവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. കയ്യിൽ പൈസ പോലും ഇല്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുകയാണ്. പലിശ ഇല്ല എന്ന് പറയും, പക്ഷെ പലതരത്തിലുള്ള ചാർജുകൾ കൂട്ടി പലിശ പോലെ ആക്കിയിട്ട് അവർ മാറ്റും. അത് വലിയൊരു ചാർജായിട്ട് മാറും. നമ്മളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് വേറൊരു ടൈപ്പ് പണച്ചോർച്ച. ഇനി 3ാമത് 1 ക്ലിക്ക് ചെക്കൗട്ട്. വേഗത്തിലുള്ള പേയ്മെന്റ്. ചിന്തിക്കാൻ സമയം നൽകാതെ ഒറ്റ ക്ലിക്കിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില പരിപാടികളുണ്ട്. സത്യമാണ്. ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. 1, 2, 3, ഇനി ഇത്ര സെക്കൻഡേ ഉള്ളൂ, 5 സെക്കൻഡ്, 10 സെക്കൻഡ്, ആദ്യം ഒരു 30 സെക്കൻഡ് കാണിക്കും, പിന്നെ 25 സെക്കൻഡ്, ഇത്ര ഓഫർ, അത്ര തന്നെ ഫ്ലാറ്റ് ഓഫർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് അപ്പൊ ജെൻസികൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അത് പർച്ചേസ് ചെയ്യും. രണ്ടാമത് ചിന്തിക്കാറില്ല. അവർ 1, 2, 3 അപ്പൊ തന്നെ ഒരു കണക്കിന് അവരുടെ ക്യാരക്ടർ നല്ലതാണ്. ഞാൻ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ, അപ്പൊ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒരുപാട് സമയം നമ്മൾ ചിന്തിച്ച് മാസങ്ങളോളം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെയൊക്കെ എൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ പ്ലാൻ ചെയ്ത് അവസാനം പ്ലാൻ മാത്രം ഉണ്ടാകും. പക്ഷെ ജെൻസികൾ അങ്ങനെയല്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അവരത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഒരുമിച്ച് ഇറങ്ങും. ഒരു ടീമുണ്ടാവും. എപ്പോഴും ജെൻസികൾ കൂടെ ഒരു ടീമുണ്ട്, ഒറ്റക്കായിരിക്കില്ല. ഒരു ടീം ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാവും. എവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും. അതാണ് പ്രത്യേകത. അപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവർക്ക് കുറച്ച് ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് വലിയ ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവരെപ്പോഴും ബന്ധങ്ങളാണ്. വലിയൊരു നെറ്റ്വർക്ക് ആയിരിക്കും, ഒരു ലോകം തന്നെയായിരിക്കും. ബിസിനസ്സുകളൊക്കെ അവർ ചെയ്താണ്ടല്ലോ വലിയ രീതിയിൽ അച്ചീവ്മെന്റ്സ് ഇവർക്ക് ഉണ്ടാവും. ഒരു ടീം ഉള്ളതുകൊണ്ട് അച്ചീവ്മെന്റ് ഉണ്ടാവും. പിന്നെ ആൾക്കാരോടുള്ള ഒരു റിലേഷൻസ്, എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആവുക, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, ഇവരുടെ കയ്യിൽ നിന്ന് പണം ഇങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പല പരിപാടികളുണ്ട്. വളരെ എളുപ്പമായിട്ട് കമ്പനി ഈ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവർക്ക് ഫണ്ട് നഷ്ടപ്പെടും എന്നതിനെ കുറിച്ച് മാത്രമേ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അപ്പോൾ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ പ്രതിമാസ സാമ്പത്തിക ഒരു വിശകലനം നമുക്ക് നോക്കിയാൽ, വരവ് എന്ന് പറഞ്ഞത് പോക്കറ്റ് മണി ആയിട്ട് ഒരു 5,000 റുപ്പീസ് കിട്ടി. പാർട്ട് ടൈം ജോലിയിൽ നിന്ന് ഒരു 7,000 കിട്ടി. ആകെ 12,000 രൂപ കിട്ടി. ചെലവാണെങ്കിൽ ഫുഡ്, യാത്ര കാര്യങ്ങൾക്കായിട്ട് ഒരു 6,000 പോയി. ഷോപ്പിംഗ് ആൻഡ് OTT പ്ലാറ്റ്ഫോമിന് 9,000 പോയി. ആകെ 15,000 ചെലവായി. അറ്റ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 3,000. അപ്പം വരുമാനം കിട്ടിയിട്ട് കയ്യിൽ നിന്ന് കൂടുതലായിട്ടുള്ള പൈസ ചെലവാകുന്ന ഒരു പ്രോസസ്സിലെത്തി. ബാക്കി 3,000 രൂപ മാത്രമാണ് അവർക്ക് അത് ചെലവായിട്ട് തന്നെയാണ് പോകുന്നത്. അത് അധികം പൈസ അവരുടെ കയ്യിൽ നിന്ന് 3,000 രൂപ ചെലവായി. വരുമാനമല്ലോ ഒന്നുമില്ല. പിന്നെ ഇവരെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ പറഞ്ഞ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല, എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പൈസ പ്രത്യേകിച്ചിട്ട് ഇതാ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം, നാളത്തേക്ക് വെക്കണം, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും നോർമലി ഇവർക്ക് ഇല്ല. എല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ വളരെ സന്തോഷമായിട്ട് ജീവിക്കുക, സന്തോഷിക്കുക എന്ന് മാത്രമാണ് ഇവരുടെ. എന്തായാലും ഒരു കാര്യത്തിൽ അവർ നല്ല കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ചെയ്തു. ഇപ്പോഴും ജെൻസിയെ ഓർത്തിട്ട് സന്തോഷിക്കുന്ന വ്യക്തി മാത്രമാണ് ഞാൻ. അവരുടെ കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിവേ എല്ലാ ജെൻസികൾക്കും പിന്നെ താങ്ക് യു സോ മച്ച്. ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോൾ വിവരങ്ങൾ തെറ്റായിരിക്കാം. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.